എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്യാൻവാസ് പേപ്പർ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഷർട്ട് കോളർ ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞൊരു ദിവസം നമ്മൾ ഇതേപോലെ പാച്ച് വർക്ക് വരുന്ന ഒരു ഷർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷർട്ട് അല്ലെങ്കിൽ സ്ട്രഗ് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഷർട്ട് കോളർ ആണ്. അപ്പൊ ആ ഒരു വീഡിയോ ലോങ് ആയതുകൊണ്ടാണ് നമ്മൾ ഷർട്ട് കോളറിന്റെ വീഡിയോ വേറെ തന്നെയായിട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് ഷർട്ട് കോളർ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ പ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലാക്കറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് കോളർ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ടേപ്പ് വെച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ മെഷർ ചെയ്യാം. മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 പ്രാവശ്യം മെഷർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. നമ്മൾ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള പ്ലാക്കറ്റ് വിട്ടിട്ട് ബാക്കി എത്രയാണ് വരുന്നത് എന്നുള്ളത് വേണം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ കോളർ റൗണ്ട് ആയിട്ട് 18 ഇഞ്ചാണ് കിട്ടുന്നത്. അത് ഓരോരുത്തർക്കും ഓരോരോ അളവായിരിക്കും. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എത്രയാണെന്ന് വെച്ചാൽ അത് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് കോളർ ചെയ്യുന്നതെന്ന്. അപ്പൊ ഏത് ക്ലോത്ത് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്ത് എടുക്കുക. ആ ക്ലോത്തിന്റെ ലെങ്ത് ആയിട്ട്, അതായത് കോളറിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ 4 ഇഞ്ചാണ് എടുക്കുന്നത്. വിഡ്ത്ത് ആയിട്ട് എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അളന്നെടുത്തിട്ടുള്ള കോളർ റൗണ്ട്. അപ്പൊ എന്റെ കേസിൽ 18 ഇഞ്ചാണ്. നിങ്ങളുടെ കേസിൽ എത്രയാന്ന് വെച്ചാൽ അത് എടുക്കുക. അതിന്റെ കൂടെ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. 5 ഇഞ്ച് എക്സ്ട്രാ എന്നുള്ളത് എല്ലാവരും 5 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. അതിന് മുന്നേ വരുന്ന സംഖ്യ നിങ്ങൾക്ക് എത്രയാണോ മെഷർ ചെയ്തിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ അതാണ് എടുക്കേണ്ടത്. അപ്പൊ 23 ഇഞ്ച് വിഡ്ത്തിലും 4 ഇഞ്ച് ലെങ്ത്തിലും 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിനെ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അതിനെ ഒന്നും കൂടി മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളർ റൗണ്ട് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 9 ഇഞ്ച്, 9 ഇഞ്ചാണ് വരിക. അതിന്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 9.5 ഇഞ്ച് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതേപോലെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നേരെ താഴോട്ടേക്ക് സ്കെയിൽ വെച്ചിട്ട് ആംഗിൾ ആയിട്ട് വരയ്ക്കുകയാണ്. അതായത് ബാക്കി ക്ലോത്ത് മൊത്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം വരച്ചിട്ടുള്ള ഈ ലൈനിൽ മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന്റെ കറക്റ്റ് സെന്ററും മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് വരയ്ക്കുക. അതായത് നമ്മൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും സെന്റർ മാർക്ക് ചെയ്ത പോയിന്റും കൂടി സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ടേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കുക. 9.5 ഇഞ്ച് തന്നെയാണോ വരുന്നതെന്ന് നോക്കുക. കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒന്ന് ചരിച്ചു വരയ്ക്കുക കേട്ടോ. അതായത് കൂടുതൽ വേണ്ട, കറക്റ്റ് അളവായിട്ട് വന്നാൽ മതി. ഇനി നമ്മൾ മാർക്ക് ചെയ്തത് പ്രകാരം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. നല്ല വശത്തിന് മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഈ 9.5 ഇഞ്ച് വരുന്ന ഭാഗമാണ് നമ്മുടെ കോളർ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം. ബാക്കി ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ വരച്ചതുപോലെ 3 ഭാഗങ്ങളും കൂടി സ്റ്റിച്ച് ചെയ്യുക. അതായത് താഴ്ഭാഗം ഒഴിച്ചിട്ട് ബാക്കി 3 സൈഡും കൂടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല രീതിയിൽ ഒന്ന് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. അതായത് ഈ എൻഡിലൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം, അവിടെയൊക്കെ ചെറുതായിട്ട് കട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറിച്ചെടുക്കുക. നല്ല രീതിയിൽ മറിച്ചെടുക്കുക. എന്തെങ്കിലും പോയിന്റഡ് ആയിട്ടുള്ള സാധനം വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ ഒന്നും കൂടി പതിച്ചിട്ട് ആ 3 സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് അങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കോളർ ജോയിൻ ചെയ്യാം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ടോപ്പ് എടുക്കുക. ആ ടോപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാക്കറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോളർ കൊടുക്കുന്നതെന്ന്. അപ്പൊ ആ പ്ലാക്കറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ല വശത്തിന്റെ മുകളിൽ, അതായത് നമ്മുടെ ടോപ്പിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോളറിന്റെ നല്ല വശം വെക്കുക. എന്നിട്ട് ഈ പ്ലാക്കറ്റ് കഴിഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പ്ലാക്കറ്റ് കഴിഞ്ഞിട്ട് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ എന്ത് ചെയ്യുക, 1/2 ഇഞ്ചിലോ 1/4 ഇഞ്ചിലോ എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ചുളിവുകൾ വീഴാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മെല്ലെ സമയം എടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മെല്ലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ആ പ്ലാക്കറ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കും. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആ പ്ലാക്കറ്റ് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്യുക. കോളർ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കോളർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ പുറത്തേക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള പ്ലാക്കറ്റിന്റെ മുകൾ വശവും ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു അതായത് ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗവും അതുപോലെ തന്നെ പ്ലാക്കറ്റിന്റെ മുകൾ വശവും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസ് വേണം.
ലോങ് സ്ട്രിപ്പ് എടുക്കണം. 2 ഇഞ്ച് വിഡ്ത്താണ് വേണ്ടത്. അതിന്റെ ലെങ്ത് ആയിട്ട് നിങ്ങൾ എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോളർ റൗണ്ട് എന്ന് പറയുന്നത് 18 ഇഞ്ചായിരുന്നു. അതിന്റെ കൂടെ ഒരു 4 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ട് 22 ഇഞ്ച് ലെങ്ത്തിലും 2 ഇഞ്ച് വിഡ്ത്തും ഉള്ള ഒരു പീസ് എടുക്കുക. ഈ 2 ഇഞ്ച് വിഡ്ത്ത് എന്നുള്ളത് ഒരു കാരണവശാലും കൂട്ടിയെടുക്കാൻ പാടില്ല. ലെങ്ത്ത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്യാം. പക്ഷെ വിഡ്ത്ത് ഒരു കാരണവശാലും 2 ഇഞ്ചിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ. അപ്പൊ കറക്റ്റ് 2 ഇഞ്ച് വിഡ്ത്തും 22 ഇഞ്ച് ലെങ്ത്തും ഉള്ളൊരു പീസ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോളർ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ പ്ലാക്കറ്റിന്റെ ഭാഗം തുറന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഭാഗം കൂടി നമുക്ക് കവർ ചെയ്യണം. അപ്പൊ ആ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള പീസ് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുക. ആ 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കിയിട്ട് അവിടെ നന്നായിട്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കോളർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഒരുപാട് ലൈൻസ് കൊടുക്കരുത്. കറക്റ്റ് ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്യുക. ചുളിവുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് എത്തുന്ന സമയത്ത് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കി കൊടുക്കുക. നല്ലോണം ലോക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ നിവർത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ ഒരു രീതിയിലാണ് അത് വരിക. എന്നിട്ട് നിവർത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഈ 2 പീസും, അതായത് നമ്മുടെ കോളറും നമ്മുടെ ടോപ്പും ഓപ്പോസിറ്റ് സൈഡിലും നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള പീസ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെക്കുക. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. എന്നിട്ട് ഇത് ഉള്ളോട്ടേക്ക് എടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പുറമെ ആ ഒരു സ്റ്റിച്ച് വരുന്നത് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ കൂടെ പുറമേക്ക് കാണാത്ത രീതിയിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നേരത്തെ 2 ഇഞ്ച് വിടുത്തുള്ള പീസ് എടുക്കാൻ പറഞ്ഞ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ വിടുത്ത് കൂടുതൽ എടുക്കുന്ന സമയത്ത് ചുളിവുകൾ വീഴാൻ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് വിടുത്ത് കൂട്ടിയെടുക്കരുത്, 2 ഇഞ്ച് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറയാനുള്ള കാരണം കേട്ടോ. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളർ നിവർത്തി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കോളറും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യരുത്. കോളർ നിവർത്തി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യാം. അതായത് ഈ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് കാണാതെ ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മൾ ക്യാൻവാസ് പേപ്പർ ഒന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കോളർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലാക്കറ്റ് ഒഴിവാക്കിയിട്ടാണ് കോളർ കൊടുത്തിട്ടുള്ളത്. അത് ആ ഒരു കോളർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലൂടെ നമ്മൾ വേറൊരു എക്സ്ട്രാ പീസും കൂടി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കോളർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്, കുഞ്ഞു വീഡിയോ ആണ്. കോളർ എങ്ങനെയാ ചെയ്യാന്നുള്ളൊരു വീഡിയോ മാത്രമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ആൾ.